പ്രിയമുള്ളവരെ, വിആർവിയാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നത് രണ്ട് വിഷയങ്ങളാണ്. ഒന്ന് ഭാഷ, രണ്ട് ശാസ്ത്രം. അപ്പം ഭാഷയും ശാസ്ത്രവും മാത്രം പഠിച്ചാൽ മതിയോ അവർ? കരിക്കുലർ ആൻഡ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിക്ക് പുറമെ അവരിലേക്ക് എത്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മെ അറിയുക, നമുക്ക് ചുറ്റുമുള്ളതിനെ അറിയുക. ഇതിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നൊരു കാര്യത്തിലൂടെ നമുക്ക് ചുറ്റുമുള്ളതിനെ അറിഞ്ഞിട്ട് നമ്മെ അറിയാൻ വിട്ടുപോവുക എന്ന് പറഞ്ഞൊരു കാര്യമാണ്. അപ്പം നാം നമ്മെ അറിയുക എന്ന ടോപ്പിക്കാണ് വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. നാം ആരാണ് എന്ന ചോദ്യത്തിന് ഒരുപാട് മറുപടികൾ നമുക്കുണ്ടാകും. നമ്മുടെ പേര്, ഇന്നാരുടെ മകൻ, ഇന്നാരുടെ സഹോദരൻ, ഇന്നാരുടെ കൂട്ടുകാരൻ, ഇന്നാരുടെ അയൽക്കാരൻ. അങ്ങനെ ഓരോ സാഹചര്യങ്ങളിലും ഓരോ റോൾസ് നമുക്കുണ്ട്. പക്ഷേ അതൊന്നുമല്ല. ആത്യന്തികമായി നമ്മളൊരു ജീവിയാണ്. മനുഷ്യൻ എന്ന ഒരു ജീവി വർഗം, ശരീരവും മനസ്സും ചേർന്ന. അപ്പം ഈ ജീവിവർഗമായ നമ്മളെ ആദ്യം തിരിച്ചറിയാവുന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ശരീരത്തെക്കുറിച്ചും ശരീരത്തിൽ നമ്മളെ നിയന്ത്രിക്കുന്ന, നമ്മളെ നയിക്കുന്ന മനസ്സിനെക്കുറിച്ചും തീർച്ചയായും നമ്മൾ അറിഞ്ഞിരിക്കണം. അകമയും പുറമയും നാം നൽകുന്ന കുറേ ദ്രവ്യങ്ങളുണ്ട്, രാസപദാർത്ഥങ്ങളുണ്ട്. ഈ ആഹാരമായിട്ടും അല്ലാതെയും നമ്മൾ നൽകുന്ന ഈ പദാർത്ഥങ്ങളാണ് നമ്മുടെ ശരീരമായി രൂപപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ആരോഗ്യത്തെ മാനിച്ച്, ആരോഗ്യത്തിൻ്റെ നിലനിൽപ്പിനെ മാനിച്ച്, അതിൻ്റെ ശരിയായ പരിപാലനത്തെ മാനിച്ച് ശരീരത്തിൻ്റെ അകമയും പുറമേയും നാം നൽകേണ്ട പദാർത്ഥങ്ങൾ അതേത് രീതിയിൽ നൽകണം, എങ്ങനെ നൽകണം, അതിൻ്റെ അളവെന്താണ്, ഈ കാര്യങ്ങളെല്ലാം തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ്. ഈ മനസ്സും ഈ ശരീരവും ചേർന്ന് നാം നയിക്കുന്ന ജീവിതം, ആ ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ചുറ്റുമുള്ള കാര്യത്തെക്കുറിച്ച് നാം അറിയേണ്ടത്. അപ്പോൾ നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നത് ഭാഷയുടെ സഹായത്തോടെയാണ്. ആശയവിനിമയം കൃത്യമായി അതിനുവേണ്ടി നടക്കപ്പെടണം. ഭാഷയെ നമ്മൾ അറിയണം. അതുപോലെ തന്നെ ഓരോ പ്രവർത്തനങ്ങൾക്ക് പിന്നിലും ഒരു ശാസ്ത്രമുണ്ട്. ആ ശാസ്ത്രീയത മനസ്സിലാക്കണം. അപ്പോഴാണ് ആ പ്രവർത്തനങ്ങളിൽ നമുക്ക് ഏർപ്പെടാനും സാധിക്കുന്നത്. ജീവിതത്തെ നമുക്ക് രണ്ട് രീതിയിൽ കാണാം. ലൗകികമായ ജീവിതത്തെ കാണാം, ആത്മീയമായ ജീവിതത്തെ കാണാം. ലൗകികമായ ജീവിതത്തിന് എന്തെന്ത് വേണം, ആത്മീയമായ ജീവിതത്തിന് എന്തെന്ത് വേണം. ഇവിടെ ഞാൻ ആത്മീയതയെക്കുറിച്ച് സംസാരിക്കുന്നില്ല. നമുക്ക് ലൗകിക ജീവിതം നയിക്കണം. ആ ലൗകിക ജീവിതത്തിനുള്ള സുഖങ്ങളെ അറിയാനും അന്വേഷിക്കാനും നേടാനും വേണ്ടിയാണല്ലോ നമ്മൾ വിദ്യാഭ്യാസം നേടുന്നത്. വിദ്യാഭ്യാസത്തിന് രണ്ട് ലക്ഷ്യങ്ങളാണല്ലോ ഉള്ളത്. ഒന്ന്, ഒരു സാമ്പത്തിക പ്രവർത്തനത്തിൽ ഏർപ്പെടാനുള്ള കഴിവാർജിക്കണം. രണ്ട്, ഒരു നല്ല വ്യക്തിയായിട്ട് സമൂഹത്തിൽ ജീവിക്കണം. അപ്പോൾ ആത്മീയ ജീവിതത്തിന് അറിവ് മാത്രം മതിയെങ്കിൽ ലൗകിക ജീവിതത്തിന് സാമ്പത്തികമാണ് ആവശ്യം. ലൗകിക ജീവിതത്തിൽ നമ്മൾ 80% പ്രാധാന്യം നൽകേണ്ടത് സാമ്പത്തിക പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അറിവിനാണ്. 20% നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ആത്മീയപരമായ ഘടകങ്ങൾക്കാണ്. അപ്പം ഈ രണ്ട് വിഷയങ്ങളാണ് വിദ്യാർത്ഥികളിലേക്ക് ഞാൻ എത്തിക്കണമെന്ന് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങളെയും സന്ദർഭങ്ങളെയും ഉചിതമായ രീതിയിൽ, അതായത് ശരീരത്തിനും മനസ്സിനും ദോഷമുണ്ടാക്കാത്ത തരത്തിൽ സമീപിക്കാൻ ഏറ്റവും സുസ്ഥിരമായ ഒരു ആശയം, ഏറ്റവും സുസ്ഥിരമായ ഒരു ആദർശം വരും തലമുറകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം.